2023 LSS പരീക്ഷയിലെ ഗണിത ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഗണിത ചോദ്യങ്ങൾ രണ്ട് രീതിയിലാണ്. ഒന്ന് പ്രശ്ന അപഗ്രഥന ചോദ്യങ്ങളും പിന്നീട് ഓരോ മാർക്കിന്റെ ഓരോ സ്കോർ കിട്ടുന്ന ചോദ്യങ്ങൾ. പ്രശ്ന അപഗ്രഥന ചോദ്യങ്ങൾ രണ്ടെണ്ണുണ്ട്, 5 മാർക്കിന്റെ 5 സ്കോറിന്റെ വീതം. ആ രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ഭാഗത്തിൽ തുടങ്ങും. ഇടപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ 3 മാസങ്ങളിലായി ഉച്ചഭക്ഷണത്തിന് പച്ചക്കറികൾ വാങ്ങിയതിന്റെ ചിലവുകൾ ജൂൺ മാസം 5292 രൂപ, ജൂലൈ മാസത്തിലോ ജൂണിനേക്കാളും 252 രൂപ കൂടുതലാണ്, ഓഗസ്റ്റ് മാസത്തിലെ ജൂലൈയിനേക്കാളും 512 രൂപ കുറവ്. ഇതാണ് തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇത് വെച്ച് ABC 3 ചോദ്യങ്ങളുണ്ട്. ആ 3 ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ചോദ്യം എന്താ? 3 മാസങ്ങളിലുമായി ആകെ എത്ര രൂപയുടെ പച്ചക്കറികളാണ് വാങ്ങിയത്? 3 മാസങ്ങളിലായി ആകെ എത്ര രൂപയുടെ പച്ചക്കറികളാണ് വാങ്ങിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? എന്താ ചെയ്യേണ്ടത്? അത് സങ്കലനക്രിയയാണ്. എല്ലാം കൂടി കൂട്ടുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഓരോ മാസവും തന്നിട്ടുള്ളത് കൃത്യമായ സംഖ്യ അല്ല. ജൂൺ മാസത്തിൽ കൃത്യമായ സംഖ്യ തന്നിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ എന്താ തന്നിരിക്കുന്നത്? ജൂണിനേക്കാളും 252 രൂപ കൂടുതൽ, ആഗസ്റ്റിലാണെങ്കിൽ ജൂലൈയേക്കാൾ 512 രൂപ കുറവ്, അങ്ങനെയൊക്കെയാണ് അല്ലെ? അപ്പൊ നമുക്ക് അത് ഓരോന്നും അതിന്റെ ഓരോ മാസവും വരുന്ന സംഖ്യ എല്ലാം കൂടെ കൂട്ടണം. എന്നാ പിന്നെ ഒന്ന് ചെയ്ത് നോക്കാം അല്ലെ? ജൂൺ മാസത്തിൽ എന്താണ്? 5292 രൂപ, അതിന് മാറ്റമില്ല. ജൂലൈയിലോ ജൂണിനേക്കാൾ 252 രൂപ കൂടുതൽ. ജൂണിൽ എന്താ ഉള്ളത്? 5292 എന്ത് വരുന്നുണ്ട്? 252 രൂപ കൂടുതൽ. ഇനി ഓഗസ്റ്റിലോ ജൂലൈനേക്കാൾ 512 രൂപ കുറവ്. ജൂലൈയിൽ എന്താ ഉള്ളത്? 5292 പ്ലസ് 252 ആണ്. അപ്പൊ ഓഗസ്റ്റിൽ വരുന്നത് 5292 പ്ലസ് 252 മൈനസ് 512. അപ്പം 5292 പ്ലസ് 5292 പ്ലസ് 5292 ഇതിങ്ങനെ 3 പ്രാവശ്യം കൂട്ടണം. അതുപോലെ 252 2 പ്രാവശ്യം കൂട്ടണം. അതിൽ നിന്ന് 512 രൂപ കുറക്കണം. ഇതാണ് മൊത്തം വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഒന്നുകിൽ 5292നെ 3 കൊണ്ട് ഗുണിക്കാം അല്ലെ? അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് കൂട്ടാം. ഇത് കൂട്ടാം. നമുക്ക് ഫസ്റ്റിൽ അത് കൂട്ടാം. 2 2 2 6, 9 27 2 ബാക്കി, 6 2 8. ഇത് വരുന്നത് 15876. ഇനി ഇതൊന്ന് കൂട്ടാം. 252 252 കൂട്ടി എത്ര വരും? 504. ഇത് രണ്ട് കൂട്ടുകയാണ് വേണ്ടത്. ഇതിൽ നിന്ന് 512 കുറക്കണം. നോക്കണേ, ഇവിടെ 504 ഇവിടെ 512 ഉണ്ട് അല്ലെ? അപ്പൊ ഇതാണ് കൂടുതൽ. അപ്പൊ 504 മൈനസ് 512 കണ്ടാൽ മതി. അപ്പൊ എന്ത് വരും? -8 വരും. 15876 മൈനസ് 504 512 വരുന്നത് എങ്ങനെയാണ്? ഇത് കൂടുതലായതുകൊണ്ട് അത് -8 വരും. ഇത് കുറച്ചാൽ മതി. കുറക്കുമ്പോൾ
8നോട് എത്ര കൂട്ടിയാൽ 16 കിട്ടും? 8. 1 ബാക്കി. 1നോട് എത്ര കൂട്ടിയാൽ 7 കിട്ടും? 6. പിന്നെ ഇവിടെ വേറൊന്നുമില്ല. 8 15,868 രൂപ. അത് ഞാൻ സാധാരണ കാണുന്നത് പോലെയല്ല കണ്ടത്, ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തിയിട്ടാണ്, കുറച്ചും കൂടി എളുപ്പത്തിലാക്കിയത്. ഇതിങ്ങനെ ചെയ്ത് പഠിക്കുക കേട്ടോ. ആദ്യം ചെറിയൊരു പ്രയാസം തോന്നുമെങ്കിലും നിങ്ങൾ സാധാരണ ചെയ്യിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ അത് ചെയ്തത്. അപ്പം ഒരു കൺഫ്യൂഷനൊക്കെ വരും. പക്ഷെ 1-2 പ്രാവശ്യം ചെയ്തു നോക്കിയാൽ അത് പിന്നീട് വളരെ എളുപ്പമായിട്ട് മാറും, വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജൂലൈയിൽ കിലോഗ്രാമിന് 13 രൂപ നിരക്കിൽ ആകെ 129 കിലോഗ്രാം വെള്ളരിക്കയാണ് കറികൾക്ക് വാങ്ങിയത്. ആകെ എത്ര രൂപയുടെ വെള്ളരിക്ക വാങ്ങി? ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലെ. ആകെ ആണെങ്കിലും ഇതിൽ കൂട്ടാനുള്ള വകുപ്പല്ല ഉള്ളത്. പിന്നെയോ 1 കിലോഗ്രാമിന് 13 രൂപ. 1 കിലോഗ്രാം 13 രൂപ. പിന്നെയോ അങ്ങനെ 129 കിലോഗ്രാം. ഇപ്പൊ ഇവിടെ വരുന്ന ക്രിയ എന്താ? 1 കിലോഗ്രാമിന് 13 രൂപ. അപ്പൊ 2 കിലോഗ്രാമിന് എത്ര വരും? 13 ഗുണിക്കണം 2, 26 രൂപ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? 129 കിലോഗ്രാം. അപ്പൊ എന്താ ചെയ്യാ? 129നെ 13 കൊണ്ട് ഗുണിക്കും. അത് തന്നെ വഴി, വേറെ വഴിയൊന്നുമില്ല. അപ്പൊ അത് ഗുണിച്ചു നോക്കാം. 129 ഗുണിക്കണം 13. ഞാൻ ചെയ്യുന്നത് ശ്രദ്ധയോടെ കാണണേ. ഓക്കെ, അപ്പം 3 കൊണ്ട് കുടിക്കുന്നു ആദ്യം അല്ലേ. 3 കൊണ്ട് കുടിക്കുമ്പോ 3 27 2 3 2 6 2 8 3 3. ഇനി എത്രയോടെ ഗുണിക്കേണ്ട അറിയോ? 13 അല്ലേ, അതിൽ 3 കൊണ്ട് ഗുണിച്ചു. ബാക്കിയുള്ളത് 10 കൊണ്ടാണ്. 10 കൊണ്ട് ഗുണിക്കുമ്പോ എന്ത് വേണം? ഇവിടെ ആദ്യം ഒരു 0 ഇട്ടേക്കും. 10 കൊണ്ട് ഗുണിക്കുമ്പോ ഇനി 1 9 9 1 2 2 1 1. അതായത് 129നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 1290 കിട്ടും. ഇനി ഇത് കൂട്ടിയാൽ മതി. 7 7 6 1 1677 രൂപ. ഓക്കെ, അടുത്തത് കിലോഗ്രാമിന് 9 രൂപ നിരക്കിൽ ആകെ 198 രൂപയുടെ തക്കാളിയാണ്. ആഗസ്റ്റിൽ ഒരു ദിവസം 1 കിലോഗ്രാം തക്കാളി വീതമാണ് ഉപയോഗിച്ചതെങ്കിൽ ആ മാസം എത്ര ദിവസങ്ങളിൽ ഉച്ചഭക്ഷണ വിതരണം നടന്നിട്ടുണ്ട്? വളരെ സിമ്പിൾ ആണ്. 9 രൂപ നിരക്കിൽ ആകെ 198 രൂപയുടെ തക്കാളിയാണ് ഓഗസ്റ്റിൽ. അപ്പോ ഇവിടെ എന്താണ്? തക്കാളിയുടെ വില കിലോഗ്രാമിന് 1 കിലോഗ്രാമിന് എത്ര രൂപ? 9 രൂപ. അങ്ങനെ എത്ര തക്കാളി ഉണ്ട്? 198 രൂപയുടെ തക്കാളി ഉണ്ട്. അപ്പൊ എത്ര കിലോഗ്രാം ഉണ്ട്? 198നെ 9 കൊണ്ട് ഹരിക്കുക. 198 ഹരിക്കണം 9. 19 9 2 പ്രാവശ്യം 2 9 18. 19 നിന്ന് 18 കുറച്ചാൽ 1 കിട്ടും. ഈ 8 ഇവിടെ. അപ്പൊ 18. 18ലെ 9 2 പ്രാവശ്യം 2 9 18 0. അപ്പൊ എത്ര കിട്ടി? 22 കിലോഗ്രാം കിട്ടി. 22 കിലോഗ്രാം. ചോദ്യം എന്താ? ആ മാസം, അതായത് 1 കിലോഗ്രാം തക്കാളിയാണ് ഒരു ദിവസം ഉപയോഗിക്കുന്നത്. അപ്പൊ എത്ര കിലോഗ്രാം ഉണ്ട്? 22 കിലോഗ്രാം. അപ്പൊ എത്ര ദിവസം ഉണ്ട്? 22 ദിവസം. അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ചെറിയൊരു ആശയക്കുഴപ്പം ഈ ചോദ്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഉത്തരം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ചതുരത്തിന്റെയും ഒരേ വലിപ്പവും
ചുറ്റളവുമുള്ള രണ്ട് സമചതുരങ്ങളുടെയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ചിത്രം, രണ്ട് ചിത്രം, മൂന്ന് ചിത്രം. ഇതെന്താണ്? ഇത് ഒരു ചതുരം. പിന്നെ രണ്ട് സമചതുരങ്ങൾ. ഇതിന്റെ വലുപ്പവും ചുറ്റളവും തുല്യമാണ്. ചതുരം, രണ്ട് സമചതുരങ്ങൾ. ഇതിന്റെ അളവ് തന്നിട്ടുണ്ട്. ഇതിന്റെ ചതുരത്തിന്റെ നീളം 8 സെന്റിമീറ്റർ, വീതി 4 സെന്റിമീറ്റർ. ഇതിന്റെ രണ്ടിന്റെയും അളവുകൾ തന്നിട്ടില്ല. ഇനി നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സമചതുരത്തിന്റെ ചുറ്റളവ് 16 സെന്റിമീറ്റർ ആയാൽ അതിന്റെ ഒരു വശത്തിന്റെ അളവ് എത്രയാണ്? സമചതുരത്തിന്റെ ചുറ്റളവ് 16 സെന്റിമീറ്റർ ആണ്. സമചതുരത്തിന്റെ ചുറ്റളവ് ഇത് 16 സെന്റിമീറ്റർ ആണ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? 4 വശങ്ങളും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ചുറ്റളവ്. സമചതുരമാകുമ്പോ എല്ലാ വശങ്ങളും തുല്യമാണ്. അപ്പൊ ഇത് 16 വരണമെങ്കിൽ ഇതിന്റെ ഒരു വശം എത്ര വരും? എങ്ങനെ കണ്ടുപിടിക്കും? ഒരേ അളവാണ്, 4 വശങ്ങളാണ്, 16 സെന്റിമീറ്റർ ആണ് ചുറ്റളവ്. അപ്പോ 16 ഹരിക്കണം 4 ഇതിന്റെ ഒരു വശം, 4 സെന്റിമീറ്റർ. അപ്പൊ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ അളവ് 4 സെന്റിമീറ്റർ. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? രണ്ടാമത്തത്, ചിത്രം 1 ചതുരത്തിന്റെ ചുറ്റളവ് എത്ര? ചിത്രം 1 എന്ന് പറയുന്നത് ഇതാണല്ലോ. നമുക്കിത് വരച്ചോം. ഇതാണ് ചിത്രം 1. അതിന്റെ നീളം 8 സെന്റിമീറ്റർ, വീതി 4 സെന്റിമീറ്റർ. ചുറ്റളവ് നേരത്തെ പറഞ്ഞു, 4 വശം കൂടെ കൂട്ടുക. അതായത് ഇത് 8 ആകുമ്പോ ഇത് 8, ഇത് 4. കൂട്ടാൻ എന്താ വഴി? അല്ലെങ്കിൽ ചുറ്റളവ് കാണാൻ എന്താ വഴി? ഒരു വശവും അല്ല ഒരു നീളവും ഒരു വീതി ഇവിടെ കൂട്ടുക. 8ഉം 4ഉം കൂട്ടി അല്ലെ എത്രയാ? 12. ആ 12നെ 2 കൊണ്ട് കുറിച്ചാൽ മതി. 24 സെന്റിമീറ്റർ ആണ് ചതുരത്തിന്റെ ചുറ്റളവ്. ഓക്കെ. 3 ചിത്രങ്ങളും ചേർത്ത് വെച്ച് ഒരു സമചതുരം ഉണ്ടാക്കിയാൽ അതിന്റെ ചുറ്റളവ് എത്ര? ഈ 3 ചിത്രങ്ങൾ ചേർത്തിട്ടാണ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം ചതുരം ഉണ്ടാക്കി. ഓക്കെ. അതിനുശേഷം 2 സമചതുരങ്ങൾ ചേർത്ത്. കണ്ടല്ലോ, ഇത് എത്രയാ വന്നത്? 8. ഇത് 4, ഇതും 4. അപ്പോ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതൊരു സമചതുരമായി. സമചതുരത്തിന്റെ ഓരോ വശത്തിന്റെ അളവ് എത്രയാണ്? ഇത് 8, 4 4 8, 4 4 8, 4 4 8. അപ്പൊ ഈ സമചതുരം കിട്ടി, അതിന്റെ വശവും കിട്ടി. ചുറ്റളവ് കാണാൻ എന്താ വഴി? 4 കൊണ്ട് ഗുണിച്ചാൽ മതി. സമചതുരമാകുമ്പോ ഒരു വശത്തിന്റെ അളവിനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇത് 8 ആണല്ലോ. 8 ഗുണിക്കണം 4, അതായത് 32 സെന്റിമീറ്റർ ആണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ക്ലിയർ? അപ്പോ ഈ 2 പ്രശ്ന അപഗ്രഥന ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എത്രയാണെന്നറിയോ? ഇതുപോലെ ചെയ്തു കഴിഞ്ഞാല് 10 സ്കോറാണ്. പൊതുവെ LSS പരീക്ഷയിൽ ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്നത് കണക്കിലാണ്. വളരെ കുറച്ച് മാർക്കുകൾ മാത്രമേ കുട്ടികൾക്ക് കിട്ടാറുള്ളൂ. ഈ 2 പ്രശ്നാവതരണ ചോദ്യങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് 10 കിട്ടി. അടുത്ത 10 സ്കോറിന്റെ ചോദ്യങ്ങൾ അടുത്ത ഭാഗത്ത് ചെയ്യാം. ഓക്കെ.